ഹായ് കൂട്ടുകാരെ, വെൽക്കം ടു മൈ ചാനൽ. FL സ്റ്റുഡിയോൻ്റെ പുതിയൊരു ട്യൂട്ടോറിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് മിക്സറിനെ കുറിച്ചാണ്. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോകുന്നത് പ്ലേലിസ്റ്റിനെ കുറിച്ചാണ്. പ്ലേലിസ്റ്റ് ഓപ്പൺ ചെയ്യാനായിട്ട് ഈ കാണുന്ന ബട്ടൺ പ്രസ് ചെയ്താൽ മതിയാകും, അല്ലെങ്കിൽ കീബോർഡിൽ F5 കീ പ്രസ് ചെയ്താലും നമുക്ക് പ്ലേലിസ്റ്റ് ഓപ്പൺ ചെയ്യാവുന്നതാണ്. നമ്മൾ ചാനൽ റാക്കിൽ ഒരു പർട്ടിക്കുലർ പാറ്റേണിൽ ക്രിയേറ്റ് ചെയ്ത ആ ഒരു മ്യൂസിക്കൽ ട്രാക്കിനെ പ്ലേലിസ്റ്റിൽ കൊണ്ടുവന്നിട്ടാണ് അറേഞ്ച് ചെയ്യുന്നത്. ഇവിടെ വന്നിട്ട് ഇത് അറേഞ്ച് ചെയ്താൽ മാത്രമേ നമുക്കൊരു മീനിങ് ഫുൾ ആയിട്ടുള്ളൊരു മ്യൂസിക് കിട്ടുകയുള്ളൂ. ഇവിടെ ഇപ്പോൾ നമ്മുടെ ചാനൽ റാക്ക് നോക്കിക്കഴിഞ്ഞാൽ ഞാനിവിടെ 9 പാറ്റേൺ കൊടുത്തിട്ടുണ്ട്. ഓരോ പാറ്റേണിനും അതിൻ്റേതായ ഇൻഡിവിജ്വൽ ട്രാക്സ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പാറ്റേണിനെയാണ് നമ്മൾ പ്ലേലിസ്റ്റിൽ കൊണ്ടുവന്നിട്ട് പേസ്റ്റ് ചെയ്യുന്നത്. ചെറിയൊരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഞാൻ പാറ്റേൺ 7ൽ ഒരു ട്രാക്ക് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്കിനി ഈ ഒരു പാറ്റേണിനെ പ്ലേലിസ്റ്റിലേക്ക് പേസ്റ്റ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് പ്ലേലിസ്റ്റ് സെലക്ട് ചെയ്യുക. പാറ്റേൺ 7 ആണ് ഇരിക്കുന്നത്. അതിനുശേഷം നമുക്ക് ഇഷ്ടമുള്ള ഒരു ട്രാക്കിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത ഒരു പിയാനോ കോമ്പോസിഷൻ ഇവിടെ വരും. ഈ ഒരു പാറ്റേണിനെ ഈ ഒരു ട്രാക്കിനെ നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് മൂവ് ചെയ്യാം. ഇപ്പോൾ ലെഫ്റ്റ് ടു റൈറ്റ് മൂവ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ ക്ലിക്ക് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്താൽ മതി. പക്ഷേ ഇവിടെ ഡ്രാഗ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം ഓരോ കുഞ്ഞു കുഞ്ഞു ബോക്സസ് കാണുന്നുണ്ടല്ലോ, റെക്റ്റാങ്കുലർ ബോക്സ്. ഇതെല്ലാം ഓരോ സെല്ലുകളാണ്. അപ്പോൾ സെൽ ബൈ സെല്ലായിട്ടാണ് ഇത് മൂവ് ചെയ്യുന്നത്. പക്ഷേ ചില അവസരങ്ങളിൽ നമുക്ക് ഇങ്ങനെ സെൽ ബൈ സെല്ലായിട്ട് മൂവ് ചെയ്യാതെ നമുക്ക് കുറച്ചുകൂടി ഒരു മാനുവൽ കൺട്രോൾ ഇത് മൂവ് ചെയ്യാനായിട്ട്, ഈ ഒരു ട്രാക്കിനെ മൂവ് ചെയ്യാനായിട്ട് നമുക്ക് കുറച്ചുകൂടി ഒരു സ്മൂത്ത് കൺട്രോൾ കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആൾട്ട് ഹോൾഡ് ചെയ്തുകൊണ്ട് ഇതിനെ ഇങ്ങനെ ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ സി ഹൗ സ്മൂത്ത് ഇറ്റ് ഗോസ്. സി, അപ്പോൾ ഇങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്. മാത്രമല്ല, നമുക്കിപ്പോൾ ഒരു മ്യൂസിക്കൽ ട്രാക്കിൻ്റെ ഒരു പർട്ടിക്കുലർ പോർഷൻ മാത്രം, ഒരു പ്രത്യേക ഭാഗം മാത്രം മതി എന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ഭാഗം മാത്രം നമുക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അതിനായിട്ട് ജസ്റ്റ് മൗസ് ക്ലിക്ക് ചെയ്തുകൊണ്ട് എനിക്കിപ്പോൾ ഈ ഒരു 4 നോട്ട്സ് മാത്രം മതി. മൗസ് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്തുകൊണ്ട് സി ഇങ്ങനെ കൊണ്ടുവന്നാൽ നമുക്ക് ആ ഒരു ആവശ്യമുള്ള ട്രാക്ക് മാത്രം നമുക്കിവിടെ കൊണ്ടുവരാം. ഇവിടെയും നമുക്ക് കുറച്ചുകൂടി ഒരു സ്മൂത്ത് കൺട്രോൾ വേണം എന്നുണ്ടെങ്കിൽ ആൾട്ട് ഹോൾഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതുപോലെ മൂവ് ചെയ്യാവുന്നതാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് പാറ്റേൺ 7ലെ ഈ ഒരു ട്രാക്കിനെ സ്പ്ലിറ്റ് ചെയ്യണം, അതായത് 2ആയിട്ടോ 3ആയിട്ടോ ഒക്കെ സ്പ്ലിറ്റ് ചെയ്യണമെങ്കിൽ അതിനും ഒരു വഴിയുണ്ട്. അതിനായിട്ട് ഈ ഒരു ബട്ടൺ, ഇത് ആക്ച്വലി സ്ലൈസ് ടൂളാണ്. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മളുടെ മൗസ് പോയിൻ്റർ ഏതൊരു ബട്ടണിൽ കൊണ്ട് ഫിക്സ് ചെയ്താലും ആ ഒരു ബട്ടൺ എന്താണ് എന്നുള്ളത് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ സ്ലൈസ് ബ്രഷ് എടുക്കുക. അതിനുശേഷം ഇങ്ങനൊരു കട്ട്, ഇങ്ങനൊരു കട്ട്, ഇങ്ങനൊരു കട്ട്, ഇങ്ങനൊരു കട്ട്. ഓക്കെ, അപ്പോൾ പല പല പാർട്ടുകളായിട്ട് നമുക്ക് നമ്മുടെ ആ ഒരു ട്രാക്കിനെ കട്ട് ചെയ്യാൻ സാധിക്കും. ഇനി നമുക്ക് പ്ലേലിസ്റ്റിൻ്റെ ഇവിടെ വന്നു കഴിഞ്ഞാൽ 1 2 3 4 5 6 അങ്ങനെ നമ്പേഴ്സ് കാണുന്നുണ്ട്. ഇത് ആക്ച്വലി ടൈം സിഗ്നേച്ചറാണ്. നമുക്ക് ഈ ഒരു ഫുൾ ട്രാക്കായിട്ട് നമ്മുടെ പ്ലേലിസ്റ്റിൽ കാണണമെങ്കിൽ ഈ ഒരു സ്ക്രോൾ ബട്ടൺ ഉണ്ടല്ലോ, ഇതിനെ ഒന്ന് പിടിച്ച് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ, റൈറ്റിലേക്ക് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഹോൾ ട്രാക്കിനെ നമുക്ക് വീക്ഷിക്കാൻ സാധിക്കും. ഓറൽസ് ഒരു പർട്ടിക്കുലർ ട്രാക്ക് അല്ലെങ്കിൽ പർട്ടിക്കുലർ വോക്കലിൽ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് സൂം ചെയ്തൊക്കെ നോക്കണമെങ്കിൽ ഇതിനെ പിടിച്ച് തിരിച്ച് ലെഫ്റ്റിലേക്ക് ഡ്രാഗ് ചെയ്താൽ മതിയാകും. ഇനി നമുക്കത് ഇവിടെ ഒരു കുഞ്ഞൊരു ഡോട്ട് കാണുന്നുണ്ടല്ലോ, നമ്മൾ അതിലേക്ക് മൗസ് ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ ഇത് ലൈനായിട്ട് മാറും. ഇവിടെ ക്ലിക്ക് ആൻഡ് ഡൗൺ നമ്മൾ മൗസ് താഴേക്ക് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വെർട്ടിക്കൽ സൂമിൻ നമുക്ക് ചെയ്യാൻ സാധിക്കും. ഇത് നമുക്ക് ട്രാക്കിനെ നമുക്ക് നല്ലപോലെ വീക്ഷിക്കാനും ഒക്കെ ഒരുപാട് സഹായകരമാണ്. അപ്പോൾ വെർട്ടിക്കൽ സൂമാണ് ഈ ഒരു ബട്ടണിലുള്ളത്.
ഇവിടെയുള്ളത് ഹൊറിസോണ്ടൽ സൂം. ഇനി ആൾട്ട് ക്ലിക്ക് ചെയ്തിട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഹൊറിസോണ്ടൽ സൂം നമുക്ക് ചെയ്യാൻ സാധിക്കും. അതേ അവസരത്തിൽ കൺട്രോൾ ക്ലിക്ക് ചെയ്തിട്ട് കൺട്രോൾ പ്രസ് ചെയ്തുകൊണ്ട് സൂം ചെയ്യുമ്പോൾ വെർട്ടിക്കൽ സൂമും നമുക്ക് ചെയ്യാൻ സാധിക്കും. നമ്മളിവിടെ ചെയ്ത സെയിം കാര്യം തന്നെയാണ് നമ്മൾ ഷോർട്ട് കട്ട് ഉപയോഗിച്ച് ചെയ്തത്. കുറച്ചുകൂടി ഒന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ഒരു പ്ലേലിസ്റ്റിനെ കാണാനായിട്ട് നേരെ നമുക്ക് ഫയലിൽ പോവുക. സാധാരണ FL Studio യൂസേഴ്സിനായിട്ട് കൊടുക്കുന്ന ഒരു ഫയൽ ഇവിടെയുണ്ട്. newstuff.flp ആണ്. ഇത് നിങ്ങൾ ആദ്യമായിട്ട് FL Studio ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്യുമ്പോൾ ഈ ഒരു ഫയലായിരിക്കും നിങ്ങൾ ആദ്യം കാണുന്നത്. നമുക്ക് ആ ഒരു പ്രോജക്റ്റ് ഫയലിനെ ഓപ്പൺ ചെയ്യാം. ഈ ഒരു ട്രാക്ക് ചെയ്തിരിക്കുന്നത് ആഡം സാബോ ആൻഡ് യോഹാൻ വിൽബോഗ് ആണ്. ജോണി നോർബേഗ് ആണ് ഇതിൻ്റെ വോക്കൽസൊക്കെ ചെയ്തത്. സോ ദിസ് ഈസ് ഹൗ ട്രാക്ക് ലുക്ക് ലൈക്ക് ഇൻ FL Studio. നിങ്ങൾക്ക് തന്നെ കാണാം ഓരോ പാറ്റേൺസിനും ഓരോരോ പേരുകൾ കൊടുത്തിരിക്കുകയാണ്. കുറച്ചുകൂടി വെൽ ഓർഗനൈസ്ഡ് ആയിട്ട് ഇവിടെ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. കോഡ്സിനായിട്ട് പ്രത്യേക കളേഴ്സ് ഒക്കെ കൊടുത്ത് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ചെയ്തിട്ടുണ്ട്. ഈവൻ വോക്കൽസിന് പർപ്പിൾ കളറാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഒരു ട്രാക്കിനെ. നമുക്ക് ആ ഒരു ഹൊറിസോണ്ടൽ സൂമൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം. സി ടിൽ ദി എൻഡ് നമുക്ക് കാണാം. പ്ലേലിസ്റ്റിൻ്റെ ഈ ഒരു ലെഫ്റ്റ് സൈഡിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് 3 ബട്ടൺസ് കാണാം. ഒന്ന് പാറ്റേൺസ് ആണ്. പാറ്റേൺസിനകത്താണ് നമ്മൾ ചാനൽ റാക്കിൽ ക്രിയേറ്റ് ചെയ്ത, അതായത് കീബോർഡ് ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്ത ഇൻഡിവിജ്വൽ മ്യൂസിക്കൽ ട്രാക്കുകളെല്ലാം പാറ്റേൺസിനകത്താണ് ഉണ്ടാവുക. ഇവിടെ ഓഡിയോ ക്ലിപ്സ് എന്ന് വെച്ചാൽ നമ്മുടെ ഓഡിയോ സാമ്പിൾസ് ആണ് ഇവിടെയുള്ളത്. ഒരു ഓഡിയോ ട്രാക്ക് എങ്ങനെ നമ്മുടെ പ്ലേലിസ്റ്റിൽ ആഡ് ചെയ്യാമെന്ന് ഞാൻ മുമ്പുള്ള എപ്പിസോഡുകളിൽ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒരു ട്രാക്ക് എടുക്കുക, ആ ഒരു ട്രാക്കിനെ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ട്രാക്കിനെ പ്ലേ ചെയ്യാൻ സാധിക്കും. മൂന്നാമത്തേത് ഓട്ടോമേഷൻ ക്ലിപ്സ് ആണ്. ഇവിടെയാണ് നമ്മൾ നമ്മുടെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റിന് ക്രിയേറ്റ് ചെയ്യുന്ന എഫക്ട്സ് ആൻഡ് ഓട്ടോമേഷൻസ് ഒക്കെ ഇവിടെയാണ് വരുന്നത്. അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഷോർട്ട് കട്ടാണ് ഞാൻ പറയാൻ പോകുന്നത്. നിങ്ങളിപ്പോൾ നിങ്ങളുടെ ഒരു ട്രാക്കിൽ വല്ലാണ്ടങ്ങ് സൂമൊക്കെ ചെയ്ത് നിങ്ങൾക്ക് തന്നെ അറിയില്ല ഇനി നിങ്ങൾ എവിടെയാണ് നിൽക്കുന്നതെന്ന്. അപ്പോൾ നിങ്ങൾക്ക് ആ തിരിച്ച് വരാനായിട്ട് കൺട്രോൾ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് സൂം ഔട്ട് ആകും. ഇനി നമുക്ക് പ്ലേലിസ്റ്റിലെ ടൂൾസിലേക്ക് വരാം. ഡ്രോ ട്രാക്സിനെയൊക്കെ ഡ്രോ ചെയ്യാനും ഇൻസേർട്ട് ചെയ്യാനൊക്കെ ഉപയോഗിക്കാം. പെയിൻറ്റ് ഡസ് ഓൾമോസ്റ്റ് ദ സെയിം ഫങ്ഷൻ. ഡിലീറ്റ് നമ്മൾ സാധാരണ ഡിലീറ്റ് ചെയ്യുന്നത് റൈറ്റ് ക്ലിക്ക് ചെയ്തുകൊണ്ടാണ്. നിങ്ങൾക്ക് അതല്ല എങ്കിൽ ഈ ഒരു ഡിലീറ്റ് ബട്ടൺ പ്രസ് ചെയ്തതിന് ശേഷം ഡിലീറ്റ് ചെയ്യേണ്ട ആ ഒരു പർട്ടിക്കുലർ ട്രാക്കിൽ ക്ലിക്ക് ചെയ്താൽ തന്നെ ആ ഒരു ട്രാക്ക് ഡിലീറ്റ് ആകും. ഇനി നിങ്ങൾക്കൊരു പർട്ടിക്കുലർ ട്രാക്ക് മ്യൂട്ട് ചെയ്യണം. അതിനായിട്ട് മ്യൂട്ട് എന്ന ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്യുക. ആ ഒരു ട്രാക്ക് ഡിലീറ്റ് ആവില്ല, ബട്ട് ആ ഒരു ട്രാക്കിൻ്റെ വോളിയം നമ്മൾ മ്യൂസിക് പ്ലേ ചെയ്യുമ്പോൾ കേൾക്കില്ല. ഇനി നമുക്ക് പ്ലേലിസ്റ്റിലെ ടൂൾസിനെ പരിചയപ്പെടാം. ആദ്യം ഡ്രോ ടൂളാണ്. ഡ്രോ ടൂൾ ഓബ്വിയസ്ലി നമ്മുടെ ട്രാക്കിനെ പ്ലേലിസ്റ്റിൽ ഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടൂളാണ്. ജസ്റ്റ് പ്ലേലിസ്റ്റിൽ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്താൽ തന്നെ നമ്മൾ ഏത് പർട്ടിക്കുലർ പാറ്റേണിലാണോ മ്യൂസിക് ക്രിയേറ്റ് ചെയ്തത് ആ ഒരു മ്യൂസിക്കൽ ട്രാക്കിനെ പ്ലേലിസ്റ്റിൽ പേസ്റ്റ് ആകും. ഇതുപോലെ നമുക്ക് എവിടെ വേണോ പേസ്റ്റ് ചെയ്യാം. ഇനി ലെഫ്റ്റ് ക്ലിക്ക് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു മ്യൂസിക്കൽ ട്രാക്കിനെ ഡ്രാഗ് ചെയ്ത് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് കൊണ്ടുവന്ന് ഫിക്സ് ചെയ്യാൻ സാധിക്കും. എക്സിസ്റ്റിംഗ് ട്രാക്കിനെയും ഇതുപോലെ ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ മൂവ് ചെയ്ത് ഇഷ്ടാനുസരണം സ്ഥാപിക്കാൻ സാധിക്കും. നമുക്ക് ട്രാക്കിനെ ഒന്ന് ഡിലീറ്റ് ചെയ്യാം. റൈറ്റ് ക്ലിക്കാണ്
ഞാൻ ഡിലീറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് പെയിൻറ്റ് ആണ് നോക്കാൻ പോകുന്നത്. പെയിൻറ്റും പ്രത്യക്ഷത്തിൽ സെയിം കാര്യം തന്നെയാണ് ചെയ്യുന്നത്. നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ട്രാക്കിനെ പ്ലേലിസ്റ്റിൽ പ്ലേസ് ചെയ്യും. ബട്ട് ഇതിലൊരു മേജർ ഡിഫറൻസ് എന്തെന്നാൽ നമ്മൾ ഇതിൽ ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ നമുക്ക് ഈ ഒരു ട്രാക്കിൻ്റെ മൾട്ടിപ്പിൾ കോപ്പീസ് ഇങ്ങനെ പേസ്റ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതാണ് ഡ്രോയും പെയിൻറ്റും തമ്മിലുള്ള ഒരു മേജർ ഡിഫറൻസ്. ഇനി അടുത്തത് ഡിലീറ്റാണ്. നോർമലി ഞാൻ ഒരു ട്രാക്ക് ആഡ് ചെയ്ത ശേഷം അതിനെ ഡിലീറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ റൈറ്റ് ക്ലിക്ക് പ്രസ് ചെയ്താണ് ഡിലീറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഒന്നിലധികം ട്രാക്കുകളുണ്ടെങ്കിൽ ഞാൻ റൈറ്റ് ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ചെയ്തുകൊണ്ട് ട്രാക്കിനെ ഡിലീറ്റ് ചെയ്യും. ഇതാണ് ഞാൻ ചെയ്യാറുള്ളൊരു പ്രോസസ്സ്. ബട്ട് ഇപ്പോൾ നിങ്ങൾ ഡിലീറ്റ് കീ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്യാതെ ലെഫ്റ്റ് ക്ലിക്ക് വെച്ച് തന്നെ ആ ഒരു ട്രാക്കിനെ ഇതുപോലെ ഡിലീറ്റ് ചെയ്യാൻ സാധിക്കും. ഒന്നുകൂടി ഒന്ന് ഡിലീറ്റ് എടുക്കുക. സെയിം തിങ് ആണ്. ബട്ട് നമ്മളിവിടെ ഡിലീറ്റിന് വേണ്ടിയിട്ട് ഒരു ടൂൾ ഉപയോഗിക്കുന്നു എന്ന് മാത്രം. അപ്പോൾ സാധാരണ ഞാൻ ഈ ഒരു ടൂൾ ഉപയോഗിക്കാറില്ല. ഇനി അടുത്തത് മ്യൂട്ടാണ്. മ്യൂട്ട് ആക്ച്വലി ചെയ്യുന്നത് പ്ലേലിസ്റ്റിലുള്ള ഏതൊരു ട്രാക്കിനെയും മ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു ട്രാക്കിന് നമ്മൾ മ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ട്രാക്ക് ഡിലീറ്റ് ആവുകയല്ല ചെയ്യുന്നത്. മറിച്ച് നിങ്ങൾ ഇനി ഈ ഒരു സോങ് പ്ലേ ചെയ്യുമ്പോൾ ഈ ട്രാക്കുകളിൽ നിന്നുള്ള മ്യൂസിക്കൽ നോട്ട്സ് ഒന്നും നിങ്ങൾ കേൾക്കില്ല. അപ്പോൾ ഇതാണ് മ്യൂട്ട്. ഇനി നമുക്ക് സ്ലിപ്പ് ടൂൾ ആക്ച്വലി ചെയ്യുന്നത് നിങ്ങളുടെ ഒരു ട്രാക്കിനെ ലെഫ്റ്റിലേക്കോ റൈറ്റിലേക്കോ സ്ലിപ്പ് ചെയ്യും. ബട്ട് ട്രാക്കിൻ്റെ നമ്മൾ ട്രാക്ക് എവിടെയാണോ സ്ഥാപിച്ചിരിക്കുന്നത് ആ ഒരു പൊസിഷൻ മാറില്ല. ബട്ട് അതിനകത്തുള്ള കോണ്ടൻറ്റിനെ നമ്മൾ സ്ലിപ്പ് ചെയ്യുന്നുവെന്ന് മാത്രം. അതിനായിട്ട് സ്ലിപ്പ് ടൂൾ എടുക്കുക. അതിനുശേഷം നമ്മൾ ഒരു ട്രാക്കിനെ സ്ലൈഡ് ചെയ്യുന്നത് കണ്ടോ? സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഭാഗം മാത്രമേ നമുക്ക് മ്യൂസിക് പ്ലേ ചെയ്യുമ്പോൾ കേൾക്കുകയുള്ളൂ. അപ്പോൾ ഒരു ഇതുപോലെ ട്രാക്കിനെ സ്ലിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്ലിപ്പ് ടൂൾ യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഈ ഒരു കോഡ്സിനെ ഞാനിവിടെ പിടിച്ചിട്ടു. ഇനി നമുക്ക് സ്ലിപ്പ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ വേറൊരു കാര്യം കൂടിയുണ്ട്. ജസ്റ്റ് ഐ തിങ്ക് ഓൾട്ട് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇതുപോലെ സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഒരു സ്മൂത്ത് കൺട്രോൾ നമുക്ക് കിട്ടും. ഇപ്പോൾ നമ്മുടെ ഒരു കോഴ്സിൽ ഒരു പർട്ടിക്കുലർ പോർഷൻ മാത്രം കേൾക്കണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇത് മൂവ് ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്ലൈസ് ടൂളാണ്. അപ്പോൾ അതിനായിട്ടൊരു ട്രാക്കിനെ ഇവിടെ പിടിച്ചിടുകയാണ്. കൺട്രോൾ സ്ക്രോൾ ചെയ്തുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് സൂം ഇൻ ചെയ്തു. സ്ലൈസ് ടൂൾ ആക്ച്വലി ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു ഇൻഡിവിജ്വൽ ട്രാക്കിനെ സ്പ്ലിറ്റ് ചെയ്ത് പലതരം കഷണങ്ങളാക്കിയിട്ട് നമുക്ക് മുറിക്കാം. അപ്പോൾ ഇതിനു വേണ്ടിയിട്ടാണ് സ്ലൈസ് ടൂൾ ഉപയോഗിക്കുന്നത്. ഇൻഡിവിജ്വൽ ട്രാക്കുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു കാര്യം ഞാൻ സ്ലിപ്പ് ടൂളിനെ കുറിച്ച് പറയാൻ വിട്ടുപോയി. ആക്ച്വലി സ്ലിപ്പ് ടൂൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ഇൻഡിവിജ്വൽ ട്രാക്കിനെ അല്ല സ്ലിപ്പ് ചെയ്യുന്നത്. ശരിക്കും ഈ ഒരു ഇൻഡിവിജ്വൽ ട്രാക്ക് കോഡ്സ് 2 എന്ന് പറയുന്ന ഈ ഒരു പാറ്റേണിനകത്തുള്ള മിഡി ഡേറ്റ, അതായത് നമ്മൾ പിയാനോ റോളിൽ സെറ്റ് ചെയ്ത മിഡി ഡേറ്റ, അല്ലെങ്കിൽ നമ്മൾ സൗണ്ട് റെക്കോർഡിംഗ് ഡിവൈസിലൂടെ ഈ ഒരു സോഫ്റ്റ്വെയറിലേക്ക് കടത്തിവിട്ട ആ ഒരു
സൗണ്ട് ട്രാക്കിൻ്റെ ഉള്ളിലുള്ള ഡേറ്റയാണ് സ്ലിപ്പ് ചെയ്യാനായിട്ട് സ്ലൈഡ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതാണ് ഈ ഒരു സ്ലിപ്പ് ടൂളിൻ്റെ ഒരു മേജർ ഫീച്ചർ എന്ന് പറയുന്നത്. ആ ഒരു ട്രാക്കിൻ്റെ പൊസിഷൻ ഇവിടെ മാറുന്നില്ല, പൊസിഷൻ സെയിം പൊസിഷനാണ്, ബട്ട് അതിനകത്തുള്ള മിഡി ഡേറ്റയെ നമ്മൾ സ്ലൈഡ് ചെയ്ത് വയ്ക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. സ്ലൈസ് പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് സെലക്ട് അത്യാവശ്യം നല്ല രീതിയിൽ നമ്മൾ FL Studioയിൽ യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ്. സെലക്ട് ആക്ച്വലി ചെയ്യുന്നത് ഒന്നിലധികം ട്രാക്കുകളെ ഇതുപോലെ ഡ്രാഗ് ചെയ്താൽ സെലക്ട് ആകും. അതിനുശേഷം ഡ്രോ ടൂൾ ഉപയോഗിച്ചിട്ട് ഇതിന് നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് മൂവ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ സെലക്ട് ടൂൾ ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് സൂം ടൂളാണ്. സൂം ടൂൾ നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇഷ്ടമുള്ള ഒരു ട്രാക്ക് ഒന്ന് ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ചെയ്യണം നമ്മൾ സൂം ടൂൾ എടുത്തതിന് ശേഷം. അതെടുത്ത് കഴിയുമ്പോൾ ആ ഒരു ഏത് ട്രാക്കാണോ നമ്മൾ സെലക്ട് ചെയ്തത് ആ ഒരു ട്രാക്കിന് നമുക്ക് ഇവിടെ സൂംഡ് ഇൻ ആയിട്ട് കാണാം. അതിലൂടെ നമുക്ക് കുറച്ചുകൂടി നല്ലപോലെ ഈ ഒരു ട്രാക്കിനെ വീക്ഷിക്കാനും ഒക്കെ നമുക്ക് സാധിക്കും. എനിക്കിപ്പോൾ ഈ ഒരു സിംഗിൾ ട്രാക്ക് കാണുന്നുണ്ടല്ലോ അല്ലേ, ഈ ഒരു സിംഗിൾ ട്രാക്കിനെ എനിക്ക് സൂം ഇൻ ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഇത് ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു സിംഗിൾ ട്രാക്കിനെ നമുക്കിവിടെ സൂംഡ് ഇൻ ആയിട്ട് കിട്ടും. നമുക്ക് തിരിച്ചു വരാം. അതിനായിട്ട് കൺട്രോൾ റൈറ്റ് ക്ലിക്ക്. ഇനി നമുക്ക് പ്ലേ ബാക്കിലേക്ക് വരാം. പ്ലേ ബാക്ക് ആക്ച്വലി ചെയ്യുന്നത് നിങ്ങൾ ഈ പ്ലേലിസ്റ്റിൽ ആഡ് ചെയ്തിട്ടുള്ള ഒരു പർട്ടിക്കുലർ ട്രാക്കിനെ അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ പാറ്റേണിനെ പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എക്സ്ക്ലൂസീവായിട്ട് ആ ഒരു ട്രാക്കിനെ മാത്രം പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. നമുക്ക് ഈ ഒരു ട്രാക്കിനൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഐ ഹോപ്പ് ഞാൻ സിസ്റ്റം ഓഡിയോ ഇനേബിൾ ചെയ്തിട്ടുണ്ടെന്നാണ്, നിങ്ങൾക്കിത് സൗണ്ട് കേൾക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. നമുക്ക് ഈ ഒരു കോഡ്സ് 2 ഇതിനെ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ആ ഒരു പർട്ടിക്കുലർ പാറ്റേണിനെ നമുക്ക് പ്ലേ ബാക്ക് ബട്ടൺ ഉപയോഗിച്ചിട്ട് നമുക്ക് പ്ലേ ചെയ്യാൻ സാധിക്കും. നമുക്ക് ട്രാക്ക് റിവ്യൂ ചെയ്യാനായിട്ട് ആ ഒരു പർട്ടിക്കുലർ പാറ്റേണിൻ്റെ മുഴുവൻ സോങ്ങും പ്ലേ ചെയ്യാതെ നമുക്കിഷ്ടമുള്ള പാറ്റേണിൽ ആ ഒരു പർട്ടിക്കുലർ ട്രാക്കിനെ മാത്രം നമുക്ക് പ്ലേ ചെയ്യാനായിട്ട് ഈ ഒരു പ്ലേ ബാക്ക് ടൂൾ ഉപയോഗിച്ച് നമുക്ക് സാധിക്കും. നിങ്ങൾക്ക് പ്ലേലിസ്റ്റിലെ ടൂൾസ് എടുക്കാനായിട്ട് ഓരോ തവണയും ഇവിടേക്ക് വരേണ്ടതില്ല. ആക്ച്വലി ഇതിൻ്റെ ഓരോ കീസിനും പ്രത്യേകം കീബോർഡ് ഷോർട്ട് കട്ട്സ് ഇനേബിൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഷോർട്ട് കട്ട്സ് മാത്രം മെമ്മറൈസ് ചെയ്തിരുന്നാൽ നിങ്ങൾക്കിത് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാം. ഉദാഹരണത്തിന് ഡ്രോ ടൂളിൻ്റെ ഇവിടെ ഹിൻഡ് പാനൽ നോക്കിക്കഴിഞ്ഞാൽ ഡ്രോ ടൂളിന് P കീയാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ പെയിൻറ്റിന് B, ഡിലീറ്റ് കീക്ക് D, മ്യൂട്ടിന് T. ഇതുപോലെ ഓരോ കീസിനും പ്രത്യേകം കീ സ്ട്രോക്കുകൾ അസൈൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് ചെറിയൊരു ട്രാക്കിനെ എടുത്ത് ഇവിടെ ഇടാം. ഇനി ഇതിനെ ഞാൻ ഡിലീറ്റ് ടൂൾ ഉപയോഗിച്ച് നമുക്ക് ഡിലീറ്റ് ചെയ്യാം. അതിനായിട്ട് ഞാൻ കീബോർഡിൽ D ടൈപ്പ് ചെയ്യുകയാണ്. ബട്ട് ഡിലീറ്റ് കീ ഇവിടെ ആക്റ്റീവ് ആയില്ല. എന്തുകൊണ്ട്? കാരണം നമ്മളുടെ ഇവിടെ ടൈപ്പിംഗ് കീബോർഡ് ടു പിയാനോ കീബോർഡ് എന്ന ഈ ഒരു ബട്ടൺ ഇനേബിൾ ചെയ്തിരിക്കുകയാണ്. ഈ ഒരു ബട്ടൺ മീൻ ചെയ്യുന്നത് നമ്മളുടെ ടൈപ്പിംഗ് കീ സ്ട്രോക്കുകളെ പിയാനോ കീസായിട്ട് കൺവേർട്ട് ചെയ്യുക എന്നതാണ് ഈ ഒരു ബട്ടൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് മ്യൂസിക്കൽ പിയാനോ കീബോർഡൊന്നും യൂസ് ചെയ്യാത്ത ആളുകൾക്ക് നമുക്ക് സാധാരണ നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ കീബോർഡ് ഉപയോഗിച്ച് മ്യൂസിക് കമ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ബട്ടനാണ് ഈ ഒരു ടൈപ്പിംഗ് കീബോർഡ് ടു പിയാനോ കീബോർഡ്. ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്തിരിക്കുന്നത് കൊണ്ട് നമ്മളുടെ കീബോർഡിനകത്തുള്ള എല്ലാ കീസിനെയും FL Studio കാണുന്നത് കീബോർഡ് കീസായിട്ടാണ്.
ഇപ്പോൾ നമ്മൾ ഏത് കീ ഞെക്കിയാലും ഞാനിപ്പോൾ നമ്മുടെ ആൽഫബറ്റിക് കീസ് ആണ് പ്രസ് ചെയ്യുന്നത്. അപ്പോൾ അതാത് കീസ് പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു പാറ്റേണിലുള്ള മിഡി സൗണ്ട്സ് ആയിട്ടാണ് വരുന്നത്. പക്ഷേ നമുക്ക് ഈ ഒരു കീബോർഡ് ഷോർട്ട് കട്ട്സിനെ ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ബട്ടനെ ഡിസേബിൾ ചെയ്യേണ്ടതുണ്ട്. അതിനുശേഷം നമുക്ക് ഡിലീറ്റ് കീയുടെ ഷോർട്ട് കട്ടായ ഡി പ്രസ് ചെയ്ത് നോക്കാം. ഡിലീറ്റ് കീ ആക്റ്റീവ് ആയിരിക്കുകയാണ്. ഇനി നമുക്ക് പി കീ ഒന്ന് പ്രസ് ചെയ്ത് നോക്കാം. ഡ്രോ ആക്റ്റീവായി. അപ്പോൾ ഇത് ശരിക്കും യൂസ് ചെയ്യുന്നത് ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു പിയാനോ കീബോർഡൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് ഈ ഒരു ബട്ടൺ ഡിസേബിൾ ചെയ്താൽ കീബോർഡിലുള്ള ഷോർട്ട് കട്ട് കീസൊക്കെ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കും. ഞാൻ ഒന്നുകൂടി ഡി പ്രസ് ചെയ്യുകയാണ്. ഡിലീറ്റ് കീ ആക്റ്റീവായി. അതിനുശേഷം ജസ്റ്റ് ഡിലീറ്റ് കൊടുക്കുകയാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആകെ ഉപയോഗിക്കുന്നത് നമ്മുടെ കമ്പ്യൂട്ടർ കീബോർഡാണ്. അല്ലാതെ എനിക്കൊരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റൽ പിയാനോ കീബോർഡൊന്നുമില്ല. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഈ ഒരു ബട്ടൺ ഇനേബിൾ ആയിരുന്നാൽ മാത്രമേ കമ്പ്യൂട്ടറിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ സോഫ്റ്റ്വെയറിലേക്ക് നേരിട്ട് മ്യൂസിക്കൽ നോട്ടുകൾ കൊടുക്കാൻ പറ്റുകയുള്ളൂ. നമുക്കൊന്ന് സൂം ഔട്ട് ചെയ്യാം. കൺട്രോൾ റൈറ്റ് ക്ലിക്ക്. പ്ലേലിസ്റ്റിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള ഓരോ പാറ്റേണിലും നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, പാറ്റേൺ മാത്രമല്ല സൗണ്ട്, ഓട്ടോമേഷൻ എന്നിവയൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആ ഓരോ പാറ്റേണിൻ്റെ ലെഫ്റ്റ് സൈഡിൽ, അതായത് ലെഫ്റ്റ് എൻഡിൽ ഓരോ ഐക്കൺസ് ഉണ്ട്. ഇതെന്താണ്? ഇത് ആക്ച്വലി ആ ഒരു പർട്ടിക്കുലർ ട്രാക്കിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യാനായിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ നമ്മുടെ മൗസ് പോയിൻ്ററിനെ ഒരു ലെഫ്റ്റ് എൻഡിൽ കൊണ്ടുവന്ന് വയ്ക്കുമ്പോൾ നമ്മുടെ മൗസ് പോയിൻ്റർ ഒരു ഹാൻഡ് സിമ്പിളായിട്ട് മാറും. അതിനുശേഷം ലെഫ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പാറ്റേണിനെ നമുക്ക് ഈ ഒരു ട്രാക്കിനെ നമുക്ക് കളർ ചേഞ്ച്, എഡിറ്റ് പോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കും. ഇത് ആക്ച്വലി ഞാൻ മുൻപുള്ള എപ്പിസോഡുകളിൽ പറഞ്ഞ കാര്യം തന്നെയാണ്. ചെറിയൊരു റിമൈൻഡർ എന്ന രീതിയിൽ ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനി നമ്മൾ ഒന്നുകൂടി ഒന്ന് സൂം ഔട്ട് ചെയ്യാം. ഈ ഒരു കിക്ക് എന്ന ഈ ഒരു പാറ്റേൺ ആക്ച്വലി ഒരു ഗ്രൂപ്പാണ്. ഈ ഒരു ഗ്രൂപ്പിനകത്താണ് സൈഡ് ചെയിൻ, ക്ലാപ്പ്, നോയ്സ് ആഡ് എന്നീ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുള്ളത്. എഫക്ട്സ് ആൻഡ് ഓട്ടോമേഷൻസ്, എല്ലാത്തരം എഫക്ട്സ് ആൻഡ് ഓട്ടോമേഷൻസും പിന്നെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസിനെ എല്ലാത്തിനെയും ഈ ഒരു കിക്കിനകത്ത് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഗ്രൂപ്പ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ഗ്രൂപ്പിംഗ് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്, എന്നാലും ഒന്നുകൂടി നമുക്ക് നോക്കാം. ഇപ്പോൾ 1-2 ട്രാക്കുകൾ I think I need to add one more track. Okay, ഒരു പാറ്റേൺ 40 ജസ്റ്റ് ഒരു നെയിം കൊടുത്തു. ഒരു ട്രാക്കിനെ അതിന് മുമ്പുള്ള ട്രാക്കുമായിട്ട് ഗ്രൂപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു സെക്കൻഡ് ട്രാക്ക്, ഇപ്പോൾ ഞാൻ നോയ്സിനെയും ഡാഷിനെയും ആണ് ഗ്രൂപ്പ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഗ്രൂപ്പ് വിത്ത് അബൌട്ട് ട്രാക്ക് കൊടുത്തു കഴിഞ്ഞാൽ നോയ്സ് എന്ന ആ ഒരു ട്രാക്കിനുള്ളിൽ ആ ഒരു ഗ്രൂപ്പിലേക്ക് നമ്മുടെ ഈ ഡാഷ് എന്ന ട്രാക്ക് മാറും. അപ്പോൾ ഇതുപോലെ തന്നെയാണ് ഗ്രൂപ്പിംഗ് ഇവിടെയും കിക്കിലും കോർട്സിലുമൊക്കെ ഗ്രൂപ്പിംഗ് നടന്നിട്ടുള്ളത് ഇങ്ങനെയാണ്. കുറച്ചുകൂടി ഒന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു 2 അഡീഷണൽ ട്രാക്സ് ആഡ് ചെയ്യാൻ പോവുകയാണ്. വൺ എന്ന് കൊടുത്തു. നെക്സ്റ്റ് ഒരു ട്രാക്ക് കൂടി ആഡ് ചെയ്യുകയാണ്. 2 എന്ന് കൊടുത്തു. ഈ ഒരു ട്രാക്കിനെ ഞാനിവിടെ പ്ലേലിസ്റ്റിൽ കൊണ്ടുവയ്ക്കുകയാണ്. ഇനി ഞാൻ സെക്കൻഡ് ട്രാക്കിനെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഗ്രൂപ്പ് വിത്ത് അബൌട്ട് ട്രാക്ക് കൊടുത്തു കഴിഞ്ഞാൽ 1
എന്ന ആ ഒരു പാറ്റേണിനുള്ളിലേക്ക് ഈ ഒരു 2 എന്ന ഗ്രൂപ്പ് ഇൻഡിവിജ്വൽ ഗ്രൂപ്പ് വരും. അപ്പോൾ ഇതുപോലെയാണ് ഒരു തേർഡ് ഒരു പാറ്റേൺ ഞാൻ ഇപ്പോൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിനെയും നമ്മൾ പ്ലേലിസ്റ്റിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം ഗ്രൂപ്പ് വിത്ത് അബൌട്ട് ട്രാക്ക് കൊടുത്തു കഴിഞ്ഞാൽ 1 എന്ന ഗ്രൂപ്പിനുള്ളിലെ ഇൻഡിവിജ്വൽ ട്രാക്കുകളായിട്ട് മാറും. 2ഉം 3ഉം മാറും. ഇതുപോലെ തന്നെയാണ് എല്ലാ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസിൻ്റെയും ഗ്രൂപ്പ് ഉണ്ടാക്കിയിരിക്കുന്നത്. FL Studioൻ്റെ ഈ ഒരു ടോപ്പ് ലെഫ്റ്റിലുള്ള ഈ ഒരു കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്ലേലിസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള പല സെറ്റിങ്സൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇതിലൂടെ നമുക്ക് കസ്റ്റമൈസേഷനൊക്കെ ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഒരു ചെറിയൊരു എക്സാമ്പിൾ എന്ന നിലയിൽ നമുക്ക് ഗ്രിഡ് കളർ ചേഞ്ച് ചെയ്യാൻ ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് സൂം ചെയ്യുകയാണ്. ഇപ്പോൾ ഈ ഒരു ഗ്രിഡിൻ്റെ കളർ നിങ്ങൾ ശ്രദ്ധിക്കുക, സംവാട്ട് ഗ്രേയിഷ് കളറാണ്. അപ്പോൾ വ്യൂവിൽ പോയിട്ട് ഗ്രിഡ് കളർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിഷ്ടമുള്ള കളേഴ്സ് നമുക്കിവിടെ ഗ്രിഡിന് കൊടുക്കാൻ സാധിക്കും. ഞാൻ തിരികെ വരാൻ പോവുകയാണ്, കാരണം എനിക്ക് ഈ കളർ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് നമുക്ക് ആ ഒരു ഡീഫോൾട്ട് കളറിലേക്ക് തന്നെ വരാം. ഇനി നമുക്ക് പാറ്റേണിൻ്റെ കളേഴ്സൊക്കെ ചേഞ്ച് ചെയ്യാനും പാറ്റേണിൻ്റെ ചില അപ്പിയറൻസ് ഒക്കെ ചേഞ്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെയുണ്ട്. അതിനായിട്ട് വ്യൂവിൽ പോവുക, ബിഹൈൻഡ് ക്ലിപ്സ്, ഇവിടെ ഇപ്പോൾ സെല്ലാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്കൊന്ന് ഗ്ലാസ് കൊടുത്ത് നോക്കാം എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് നമുക്ക് കാണാം. ഒരു ട്രാൻസ്പാരൻറ്റ് കൈൻഡ് ഓഫ് ട്രാക്കുകളായിട്ടാണ് നമുക്കിപ്പോൾ നമ്മുടെ ഓരോ ഇൻഡിവിജ്വൽ ട്രാക്കിനെയും കാണാൻ സാധിക്കുന്നത്. അക്വ സംവാട്ട് സെയിം തന്നെയാണ്, ബട്ട് ചെറിയൊരു ഡിഫറൻസ് ഉണ്ട് നമ്മുടെ ഒരു പാറ്റേണിൻ്റെ അപ്പിയറൻസിന്. ഇനി ബിഹൈൻഡ് ക്ലിപ്സ് സോളിഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പ്ലെയിൻ കളർ ആയിട്ട് മാറും. നമുക്ക് ഇതിലൂടെ നമുക്ക് ഗ്രിഡ് കാണാൻ സാധിക്കില്ല, ബാക്ക്ഗ്രൗണ്ടിലുള്ള ഗ്രിഡ്. അപ്പോൾ ആ ഒരു ഗ്രിഡ് കണ്ടുകൊണ്ട് വർക്ക് ചെയ്യണമെന്ന് ഉണ്ടെങ്കിൽ സെൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഏതെങ്കിലും ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള കാര്യം എടുക്കണം. ഇനി നമുക്ക് ഷാഡോ ഒക്കെ വേണമെങ്കിൽ റിമൂവ് ചെയ്യാം. ഓൾറെഡി ഇവിടെ ഒരു ഷാഡോ ഉണ്ടായിരുന്നു, ഞാൻ ജസ്റ്റ് ആ ഒരു ഷാഡോ തിരിച്ച് കൊണ്ടുവരാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ജസ്റ്റ് ലുക്ക് കെയർഫുള്ളി ഓർ എൽസ് ഐ വിൽ ജസ്റ്റ് സൂം ഇൻ. ആ ഒരു ബ്ലാക്ക് ലൈൻസ് കാണുന്നുണ്ടല്ലോ, ഇതാണ് ആക്ച്വലി ഷാഡോ ആയിട്ട് കാണിച്ചിരിക്കുന്നത്. ജസ്റ്റ് ക്ലോസ് ചെയ്തതിനാൽ ആ ഒരു ബ്ലാക്ക് ലൈൻസിൻ്റെ ആ ഒരു ഇൻറ്റൻസിറ്റി കുറയുന്നതായിട്ട് കാണാം. ആക്ച്വലി ഷാഡോ ഇവിടെ ഡിലീറ്റ് ആയിരിക്കുകയാണ്. ഇതുപോലെ തന്നെ ഇതിനകത്തുള്ള ഓരോ പർട്ടിക്കുലർ ആയിട്ടുള്ള സെറ്റിങ്സൊക്കെ നിങ്ങൾ നോക്കണം. ഇനി നമുക്ക് തിരിച്ചു വരാം. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ചില മാർക്കേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. മാർക്കേഴ്സ് ഇൻ ദ സെൻസ് എവിടെ നിന്നാണ് വേഴ്സസ് ആദ്യത്തെ ആ ഒരു പാട്ടിൻ്റെ ആദ്യത്തെ വരികൾ എവിടെ നിന്നാണ് തുടങ്ങുന്നത്, എവിടെയാണ് കോറസ് വരുന്നത്, ഇതെല്ലാം ചെറിയൊരു മാർക്കർ കൊടുത്തിട്ടുണ്ട്. എവിടെയാണ് ആ ഒരു മ്യൂസിക് ബ്രേക്ക് ആകുന്നത്. അപ്പോൾ ഇത്തരം മാർക്കേഴ്സ് നമുക്ക് കൊടുക്കാനായിട്ട് നമ്മുടെ ഇഷ്ടമുള്ള ഒരു ടൈം സിഗ്നേച്ചറിൽ കൊണ്ടുവയ്ക്കുക. അതിന് ശേഷം ആഡ് മാർക്കർ കൊടുത്തിട്ട് സംതിങ് ഇഷ്ടമുള്ളൊരു പേര്, അതായത് നിങ്ങൾക്ക് ആ ഒരു നിങ്ങളുടെ മ്യൂസിക്കിന് എവിടെയാണോ കോറസ് അല്ലെങ്കിൽ എവിടെയാണോ ട്രാക്ക് തുടങ്ങുന്നത് അതിൻ്റെ ഒരു മാർക്കർ നിങ്ങൾക്കിവിടെ ആഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും എവിടെ നിന്നാണ് സോങ് ഇൻട്രോ സ്റ്റാർട്ട് ചെയ്യുന്നത്, എവിടെ നിന്നാണ് വേർഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കും. ഡിലീറ്റ് ചെയ്യാനായിട്ട് റൈറ്റ് ക്ലിക്ക് ആൻഡ് ഡിലീറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പ്ലേലിസ്റ്റിൽ പഠിക്കാനുള്ളത്. എല്ലാവരും വീഡിയോ കണ്ട് ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്ത് നോക്കണം.
അടുത്ത എപ്പിസോഡിൽ നമ്മൾ കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു ടോപ്പിക്കായിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ നമ്മൾ കാണുന്നത് വരെ ഗുഡ് ബൈ.